ഇന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാം. രണ്ടല്ല, മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്നെന്ന് പറയുന്നത്, ഇവിടെയൊക്കെ നടക്കുന്നൊരു പട്ടിയുണ്ട്. ഇവിടെ എല്ലാവരും സുന്ദരി എന്നാണ് വിളിക്കുക. എൻ്റെ മോൾക്കും അതുകൊണ്ട് നല്ല വില അവളെ അറിയാം. എന്നുവെച്ചാൽ അതൊരു എന്താ പറയുക, എല്ലാ പട്ടികളും ഒരുപോലെ അല്ലല്ലോ. നല്ലോട് നമ്മളെ സ്നേഹം കാണിക്കും. പിന്നെ അവർക്ക് ആ ഒരു ഭ്രാന്തമായ അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് മനുഷ്യരെ പോലെ തന്നെ എന്താണ് ഏതെന്ന് അറിയാത്തൊരവസ്ഥ അവർക്കും ഉണ്ടാകുമല്ലോ. പേയെ പിടിക്കുക എന്ന് പറയും. അപ്പം ഇവിടെ വരുന്ന സുന്ദരി, അതിൻ്റെ പേര്, ആ പട്ടിയുടെ പേര് സുന്ദരി എന്നാണ് ഉള്ളത്. അപ്പം കുഞ്ഞും സുന്ദരി എന്തേ ഇങ്ങനെ ചോദിക്കും. നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് വന്നങ്ങ് മൂളി അങ്ങ് നമ്മളോട് അവിടെ അങ്ങ് കിടക്കും. നമ്മളെ അങ്ങ് തൊഴുന്ന പോലെ വന്നങ്ങ് കിടക്കും. അത്ര ഒരു പാവം പട്ടിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഇന്ന് അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞുണ്ട്. അത് അവിടെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു, ദേ ഇവിടെ കുറച്ച് പേര് കിടപ്പുണ്ട്, കണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ആരാണ്? അപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സുന്ദരിക്ക് പിള്ളേരായി എന്നൊക്കെ കുഞ്ഞിനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ അമ്മ. അപ്പം ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവരുടെ വീടിനോട് ചേർന്ന് തന്നെ വണ്ടി വയ്ക്കാനായിട്ട് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അവിടെ മണ്ണാണ്, നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല, സിമെൻറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം വലിയൊരു കുഴി ഉണ്ടാക്കിയേക്കാണ് പട്ടി. സുന്ദരി വലിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ പ്രസവിച്ച് 5 കുഞ്ഞുങ്ങളുണ്ട്. സുന്ദരി വെള്ളയാണ്, അതുപോലത്തെ തന്നെ കളർ. വേറെ കളറുകളൊന്നും അത് ദേഹത്ത് പോലും ഞാൻ കണ്ടില്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടക്കാൻ സൈഡിലെങ്ങാനും അവിടെ നടക്കില്ല. പക്ഷേ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു, വെള്ള കുഞ്ഞുങ്ങൾ. കുറച്ച് ദിവസമായിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അവരിങ്ങനെ ഒരാളുടെ മേത്തോട്ട് തലയൊക്കെ വെച്ച് അങ്ങനെ ഇടിയൊക്കെ വെച്ച് ഇങ്ങനെ അത് ഇങ്ങനെ കണ്ണ് നന്നായിട്ട് വിരിഞ്ഞ് വരാമെന്ന ആ ഒരു പ്രായമൊന്നും ആയിട്ടില്ല. ഈ കണ്ണ് കാണാതുള്ള ഒരു തപ്പലും പിടിക്കലുമായിട്ട് ഇങ്ങനെ 5 പേരും കൂടെ ആ കുഴിക്കകത്ത് കിടപ്പുണ്ട്. ഞാൻ ഓർത്ത് ഈ കുഴിയൊക്കെയാണ്, തണുപ്പല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സുന്ദരി അവരുടെ വീട്ടിലോട്ട് പോകുന്ന കാണാം. അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്ന കണ്ട് ഒരു ദിവസം. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ ആണോ എന്ന്. അപ്പോൾ ആ വീടിൻ്റെ വാതിലിൽ നല്ല തണലുണ്ട്. അങ്ങനെ സുന്ദരിക്ക് 5 കുട്ടികളുണ്ട്. ഇതാണ് ഒരു വിശേഷം. പിന്നെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിൽ ഒരു കൊച്ചനുണ്ട്. ഞാൻ ആ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കാൻ ചെന്ന ആദ്യത്തെ ഒരു ബാച്ചുണ്ട്. ആ ബാച്ചിൽ പഠിച്ച കൊച്ചനാണ്. എൻ്റെ വീടിനടുത്ത് തന്നെയാണ്. അപ്പം അവനൊരു ചാനൽ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഇതിൽ എന്താണ് പറയുന്നത്, ഈ ഷോർട്സ് മാത്രമാണ് കൂടുതൽ. യൂട്യൂബിൽ തുടങ്ങിയതാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ എനിക്ക് ലിങ്ക് അയച്ചിട്ട് വന്നിട്ട് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതെപ്പം തുടങ്ങി? അപ്പോൾ അത് കണ്ടപ്പോഴും മനസ്സിലായി. അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയപ്പം 2 വർഷത്തിന് മുമ്പൊക്കെ ഉള്ള അതൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവൻ വീഡിയോസൊന്നും ചെയ്യുന്നില്ല, ഷോർട്സ് മാത്രമാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് നല്ലപോലെ എല്ലാവരും കണ്ട് 16 ലക്ഷം പേരൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നീ അങ്ങ് കണ്ടിന്യൂ ചെയ്യുക, ടച്ച് വിട്ടു പോകാതെ മുന്നോട്ട് പോകും. ഇപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടില്ലേ, നമ്മൾ ആ ഒരു ടച്ച്, ആ ഒരു സമയം മാറിയപ്പോഴാണ് എൻ്റെ ചാനലിന് ഇത്രയധികം ബുദ്ധിമുട്ടായത്. പക്ഷേ ഞാനൊന്നും അത് അങ്ങനെ ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൻ്റെ ചാനൽ ഏകദേശം മോണിറ്റൈസേഷൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു നീ അത് ചെയ്യുക, നീ ഓട്ടോ ഓടിക്കുകയാണ്, ഞാൻ പറഞ്ഞു നീ യാത്രയിലൊക്കെ പോകുമ്പോഴൊക്കെ നിനക്ക് കൗതുകമായിട്ട് തോന്നുന്നതെല്ലാം നീ എടുത്തോ, എന്നിട്ട് ചെയ്തോ, അത് ഏതായാലും ശരിയായി വരും, നിനക്ക് ഇത്രയൊക്കെ പറ്റിയില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു സന്തോഷം. പിന്നെ ഒരു സന്തോഷമാണോ ദുഃഖമാണോ ഞാൻ പറഞ്ഞത്, എനിക്കേതായാലും അത് ഇനി അവർക്കെന്ത് ഫീൽ ചെയ്തു എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനത് പറഞ്ഞു. കാരണം ട്യൂഷൻ സെൻ്ററിലൊരു കുട്ടിയുണ്ട്, ഒരു 1ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുക. ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് പോലൊക്കെയാണ്, ഒന്ന് ഓട്ടവും ബഹളവും ഒക്കെ ഉണ്ട്. നമ്മളെത്രയെന്ന് പറഞ്ഞാലും പഠിക്കില്ല എന്നുള്ളൊരു ആൾ പഠിക്കുന്ന ആളാണ്. പക്ഷേ എഴുതാൻ പറഞ്ഞാൽ എഴുതത്തില്ല, എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞൊക്കെ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വീഡിയോയിലിട്ടുണ്ടായിരുന്നു, എൻ്റെ വോയിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറങ്ങിയ കാര്യം. അത് തന്നെ ഇന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ എഴുതാതിരിക്കാൻ വേണ്ടി ടീച്ചർ എനിക്ക് ഉറക്കം വന്നു, ടീച്ചർ ഉറക്കം വന്നു. ഞാൻ ശരി ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്തോ ഉറക്കമൊന്നും വന്നിട്ടല്ല, നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങനെ തിരിയുന്നു, കണ്ണിങ്ങനെ അനക്കുന്നു, വേറെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ണ് ഇങ്ങനത്തെ മനസ്സിലാകുന്നു.
അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അവരുടെ അമ്മ വന്നു. അപ്പം ഇതിനു മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞു ഉറങ്ങിയ ആരും കുഴപ്പമില്ല പറഞ്ഞു, ടീച്ചറെ വെളുപ്പിനെ എണ്ണീക്കുന്നതാണ്, എൻ്റെ ഒപ്പം എണ്ണീക്കും, അങ്ങനെയാണിങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്, എഴുതാനുണ്ട്, അസൈൻമെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ലേ. ഇന്നും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, എന്തിനാ പിന്നെ സ്കൂളിൽ അങ്ങനെയുള്ള സ്കൂളിൽ വിട്ടേ എന്ന് ഞാൻ ചോദിച്ചു. അതും ശരിയാ ടീച്ചറെ എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഇങ്ങനെയൊന്നും ചോദിക്കാത്തതാണ്. പക്ഷേ കുട്ടികളൊട്ട് പഠിക്കുകയും വേണം, പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. ഈ രണ്ട് മനസ്സോടുകൂടി ഇരിക്കുന്നത്. ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട്, ഈ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ അവരാരും ഈ CBSEയിലൊന്നും പോയി ചേരില്ല. കാരണം ഹെവി ലോഡാണ്. അവിടെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന, സർക്കാർ സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ, അവിടെ പഠിക്കുന്ന കുട്ടിയുണ്ട്. അവൾ പതുക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ പറയാം, ഇത് കണ്ടോ, ഗവൺമെൻറ് സ്കൂളിൽ ഇംഗ്ലീഷുണ്ട്, പതുക്കെ ഇങ്ങനെ തുടങ്ങുന്നില്ല. അവർക്കൊന്നും പ്രത്യേകിച്ച് കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല. നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പം ഇതെന്തൊക്കെയോ കേട്ട് ഇങ്ങനെ പഠിക്കുന്നതിലല്ലല്ലോ കാര്യം. പഠിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക. പഠിക്കാൻ കഴിയുമോ, ഒരു കുട്ടിക്ക് എത്രമാത്രം പഠിക്കാൻ പറ്റും, ഈ പഠിക്കുന്നത് അത്ര നേരത്തേക്ക് ഉള്ളോ. നമ്മൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചിട്ട് കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു കൊടുത്താൽ മതി, മലയാളം വേണ്ട എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവർക്കിത് എന്താണെന്ന് അറിയില്ല എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവരിത് പഠിക്കുന്നത് എന്താണെന്ന് ഒരു കുട്ടിക്കും അറിയില്ല. പക്ഷെ നേരെ മലയാളത്തിൽ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്ത് അവർക്കത് ഓർമ്മയിലിരിക്കും, അവർ പഠിക്കും. പക്ഷേ നമുക്ക് മലയാളം വേണ്ട. എന്തിനാണിത്? ഈ വിദ്യാഭ്യാസം കൊണ്ടൊരു പ്രയോജനം എന്നുള്ളത് എവിടെയാണ് നേടുന്നത്? ഇപ്പോൾ ഇവർക്ക് ഒന്നും പറയാം. ഇനി ഇവർ സ്വന്തമായിട്ട് പഠിക്കും. +2 ഡിഗ്രി ലെവലിലെത്തി ട്യൂഷനോ മറ്റു സഹായമോ ഇല്ലാതെ പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ആ സമയത്ത് മാത്രമേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തും. അതുവരെയും ഇവർ പഠിക്കുന്നതൊക്കെ എന്തൊക്കെയോ പഠിക്കുന്നു, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു എന്നുള്ള രീതിയിലേ പോകത്തുള്ളൂ. വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത്, അത് യഥാർത്ഥത്തിൽ നടക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പിക്ക് പറ്റുന്ന രീതിയിലുള്ള കല്ലേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വലിയ രീതിയിൽ എടുക്കാൻ പറ്റില്ല. സ്വന്തം കുട്ടികളുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കുക. കുട്ടിക്ക് ഉറക്കമില്ല, ഓവറായിട്ട് പഠിക്കാനുണ്ട്, ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയല്ലല്ലോ സ്കൂളിൽ കൊണ്ട് ചേർത്തത്, അതിനെ രക്ഷിതാക്കളാണ്. എൻ്റെ മനസ്സിലും എൻ്റെ കുഞ്ഞിനെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഗവൺമെൻറ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുമ്പോൾ എനിക്കതെല്ലാം തന്നെ അതാവുമ്പോൾ കുറച്ചേ ഉള്ളൂ. ഓരോ വാക്കിൻ്റെയും മലയാളത്തിലുള്ള അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി ആ മീനിങ്ങുകൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഠിപ്പിക്കണം എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ തോന്നുന്നത്. ഒരു ഇംഗ്ലീഷ് വാക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇംഗ്ലീഷ് അങ്ങോട്ട് വായിച്ച് പോയിട്ട് കാര്യമില്ല. കാരണം നാളെ അവർ സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ട് ഇതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർ മലയാളത്തിൽ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇംഗ്ലീഷ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, മലയാളം മാത്രം ഉണ്ടായിട്ടും കാര്യമില്ല. ഇതെല്ലാം വേണം. കുറച്ച് ഗ്രാമറും കാര്യങ്ങളും സ്പോക്കൺ ഇംഗ്ലീഷും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ നാട് വിട്ട് ഇംഗ്ലീഷ് മെയിനായിട്ട് നിൽക്കുന്ന ഒരു നാട്ടിലേക്ക് മാറണം. എന്നിട്ട് അവിടെ പോയി പഠിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങണം. എന്തൊക്കെയോ ഒന്നുമല്ല എന്നെനിക്കാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഈ ഇംഗ്ലീഷ് ഇപ്പോൾ CBSE ICSE ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ഇംഗ്ലീഷ് വായിച്ച് അത് വായിക്കാൻ എളുപ്പമാണ്, എഴുതാനും എളുപ്പമായിരിക്കും. പക്ഷെ അവരോട് പറയണം, നിങ്ങളൊരു ലെറ്റർ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കഥയോ കവിതയൊക്കെ ഇംഗ്ലീഷിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് എഴുതാൻ പറ്റും? എനിക്കറിയില്ല, ചിലപ്പോൾ എഴുതാൻ പറ്റുന്നവർ കാണുമായിരിക്കും. അതൊക്കെ റെയറായിട്ട് മാത്രം. ഒരു 75% കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ കാണില്ല. 25% മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ആ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ എന്തായിരിക്കും, ജോലിയുള്ളവരായിരിക്കും, ടീച്ചറോ ഡോക്ടറോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഇവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റും.
അവർ സഹായിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കാം കുറേ ആളുകൾ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മക്കളെ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, അവരേത് പൊസിഷനിൽ എത്തിച്ചേരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ശരിയല്ലേ?